നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടെലിവിഷൻ്റെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. നമ്മുടെ സിവിൽ നിയമത്തിൽ അഡ്വേഴ്സ് പൊസഷൻ അല്ലെങ്കിൽ എതിർകാല കൈവശം എന്ന ഒരു പ്രയോഗമുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അത് കുറച്ച് ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. എന്താണ് അഡ്വേഴ്സ് പൊസഷൻ അഥവാ എതിർകാല കൈവശം? മറ്റൊന്നുമല്ല, നിങ്ങളുടെ പേരിൽ ആധാരവും കരമടച്ച രസീതുമുള്ള ഒരു വസ്തു അല്ലെങ്കിൽ വസ്തുവോ വീടോ നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് താമസിക്കാനായി വിട്ടുകൊടുത്തു. തുടർച്ചയായി 12 കൊല്ലം അദ്ദേഹവും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ വീട്ടിൽ താമസിച്ചു വരികയാണ്. ഈ 12 കൊല്ലക്കാലത്തോളം നിങ്ങൾ അതിനെ എതിർക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഇവരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. സ്നേഹബന്ധം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒരു വാടക ചീട്ട് പോലുമില്ലാതെ, ഒരു ലീസ് എഗ്രിമെൻറ്റ് പോലുമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തെ അവിടെ താമസിക്കാൻ അനുവദിച്ചു. 12 കൊല്ലം കഴിയുമ്പോൾ ഈ നിയമം അനുസരിച്ച് നിങ്ങളുടെ ഉടമസ്ഥാവകാശം എക്സോസ്റ്റ് ചെയ്തു പോയി എന്നുള്ളതാണ് നിയമപരമായ അവസ്ഥ. എക്സോസ്റ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടു. നിങ്ങൾ എഴുതി കൊടുക്കണ്ട, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണ്ട, നിങ്ങൾ പൈസ വാങ്ങണ്ട, ഒന്നും ചെയ്യണമെന്നില്ല. 12 കൊല്ലം നിങ്ങളുടെ എതിർപ്പില്ലാതെ പരസ്യവും ദീർഘവുമായ കൈവശം നിങ്ങളുടെ ഈ കൈവശക്കാരന്, നിങ്ങളുടെ വസ്തുവിലുള്ള കൈവശക്കാരന് സിദ്ധിച്ചാൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടും. ഇതിനെ സാധൂകരിക്കുന്ന, ഉറപ്പിക്കുന്ന ഒരു വിധി 2017 സുപ്രീം കോടതി ഒരു 3 അംഗ ബെഞ്ച്, അതാണ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഉത്തരവ്. അതിന് മുകളിൽ ഇനിയൊരു കൂടുതൽ അംഗങ്ങളുള്ള ബെഞ്ച് മറിച്ച് പറഞ്ഞാൽ മാത്രമേ ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ. 3 അംഗ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വിധിയിൽ എടുത്തു പറയുന്നു, ഈ നിയമപ്രകാരം ശരിയാണ്. 12 കൊല്ലം തുടർച്ചയായ പരസ്യമായ ദീർഘമായ കൈവശം മറ്റൊരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉടമസ്ഥൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടും. അത് ഈ 12 കൊല്ലത്തിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാലും ഈ കൈവശക്കാരന് അത് ക്ലെയിം ചെയ്യാം. അതിന് ലിമിറ്റേഷൻ ഇല്ല എന്നുകൂടി കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വ്യവഹാര കാരണം ഉണ്ടായ ശേഷം 3 വർഷത്തിനുള്ളിൽ നമ്മൾ കേസ് കൊടുക്കണം. ഇല്ലെങ്കിൽ ബാർ ബൈ ലിമിറ്റേഷൻ എന്ന് നിയമത്തിൽ പറയും. പിന്നീട് കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന്. ഒരു സംഭവം ഉണ്ടായി, അതിൽ 3 കൊല്ലത്തിനുള്ളിലാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുത്തു, തിരിച്ചൊന്നും കിട്ടിയില്ല. 3 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പൈസ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കാനുള്ള നിയമപരമായ ഒരു അവകാശം ഇല്ലാതാവുന്നു. അതാണ് ലിമിറ്റേഷൻ. എന്നാൽ ഈ ലിമിറ്റേഷൻ 12 കൊല്ലം എതിർകാല കൈവശം പോയി കഴിഞ്ഞാൽ ബാധകമല്ല. എത്ര കാലം കഴിഞ്ഞാലും ഈ കൈവശക്കാരന് ഈ ക്ലെയിം ഉന്നയിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വച്ചിട്ടുള്ളത്. വലിയ അപകടകരമായ ഒരവസ്ഥയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഒരു ലളിതമായ ഒരു കഥയിലൂടെ ഞാൻ വിവരിക്കാൻ ശ്രമിക്കാം. ഒരു വ്യക്തി ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളെന്ന് കരുതുക. എല്ലാ സംഭവങ്ങളും ഈ കഥ പോലെ ആവണമെന്നില്ല, എങ്കിലും ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി ലളിതമായി പറയാൻ ശ്രമിക്കുകയാണ്. ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് നാട്ടിൽ തറവാട് വീട് കൂടാതെ അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിയ ഒരു 10-20 സെൻറ്റ് സ്ഥലവും ഒരു വീടുമുണ്ട്. അപ്പോൾ ഒരു തവണ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീടൊന്നും ശരിയായിട്ടില്ല, അദ്ദേഹത്തിന് വാടക വീട്ടിലൊക്കെ താമസിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹബന്ധം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ നീയും കുടുംബവും തൽക്കാലം എൻ്റെ വീട് അടഞ്ഞു കിടക്കുകയാണല്ലോ, തൂക്കാനും തുടയ്ക്കാനൊന്നും ആരുമില്ല, അത് വീട് നശിച്ചു പോകുകൊണ്ട് നീ അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ് അനുവാദം കൊടുക്കുന്നു. ഇദ്ദേഹം അവിടെ താമസം ആരംഭിക്കുന്നു. അപ്പോൾ ഈ സ്ഥലവും വീടും സുഹൃത്തിൻ്റെ കൈവശമാകുന്നു. പക്ഷേ ഓരോ തവണയും ഇദ്ദേഹത്തിന് ലീവിന് വരുമ്പോഴും ഈ സുഹൃത്ത് ബന്ധം തുടർന്നു പോകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വാടക എഗ്രിമെൻറ്റോ ലീസ് എഗ്രിമെൻറ്റോ ഒന്നും ഇല്ലാതെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. വരുമ്പോൾ ഇവർ ഒരുമിച്ച് സഞ്ചരിക്കുന്നു, ആ സ്നേഹബന്ധം പുതുക്കുന്നു. ഒരു സഹായമായിട്ട് എന്ത് കാര്യത്തിനും നാട്ടിൽ സുഹൃത്തുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മാറാൻ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഉള്ള സ്ഥലമൊക്കെ മക്കൾക്കൊക്കെ ഒന്ന് വീതിച്ച് കൊടുത്തേക്കാം എന്ന് കരുതി ഈ സുഹൃത്തിനോട് വന്ന് ആവശ്യപ്പെടുന്നു, നീ ഇനി വേറൊരു വീട്ടിലേക്ക് മാറുകയല്ലേ, ഈ സ്ഥലവും വീടുമൊക്കെ എനിക്ക് മകനെ എഴുതി കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സുഹൃത്ത് ചോദിക്കുവാണ്, അതിന് നിങ്ങൾക്ക് എവിടെയാണ് ഇവിടെ സ്ഥലവും വീടും? ഞാനിപ്പോൾ 15 കൊല്ലമായി ഈ വീട്ടിലാണ് താമസിക്കുന്നത്, അത് നിങ്ങൾക്കും അറിയാം. 3 കൊല്ലം മുമ്പ് നിങ്ങളുടെ അവകാശം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഈ സ്ഥലത്തിൻ്റെ ഉടമ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം ആധാരവും കരമടയ്ക്കുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. പക്ഷേ സ്ഥലത്തിൻ്റെ അവകാശം ഇതൊന്നുമല്ലാത്ത സുഹൃത്തിൻ്റെ പേരിലായി. അതെങ്ങനെ എന്നുള്ള അത്ഭുതം കൂറും. ഇതാണ് ഈ എതിർകാല കൈവശം, അഡ്വേഴ്സ് പൊസഷൻ. പരസ്യവും ദീർഘവുമായ 12 കൊല്ലത്തിനപ്പുറത്തോട്ടുള്ള സുദീർഘമായ കൈവശം. ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും നിർണ്ണയിക്കപ്പെടുന്നത് ടൈറ്റിൽ ആൻഡ് പൊസഷൻ ആണ്. അതായത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ആധാരം, പ്രമാണം,
അതുകൂടാതെ പൊസഷൻ കൈവശവും കൂടി വേണം. രണ്ടും കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമായ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം 12 കൊല്ലത്തിനപ്പുറം യാതൊരു എതിർപ്പുമില്ലാതെ അദ്ദേഹത്തിൻ്റെ, അതായത് സ്ഥലം വിട്ടുകൊടുത്ത ആളുടെ അറിവോടുകൂടി സമ്മതത്തോടു കൂടി ദീർഘമായി പരസ്യമായി അവിടെ താമസിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ താമസിക്കുന്ന ആളുടെ ആധാർ കാർഡ്, അദ്ദേഹത്തിൻ്റെ ബാങ്ക് പാസ്ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ID, അദ്ദേഹത്തിൻ്റെ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന പേപ്പറുകൾ, ടെലിഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ്, എന്തിനധികം പറയുന്നു, റേഷൻ കാർഡ് പോലും ചിലപ്പോൾ ഈ താമസിക്കുന്ന അഡ്രസ്സിൽ തന്നെ ആയിരിക്കും. ഇത്രയും തെളിവുകൾ ധാരാളം മതി ദീർഘമായ കൈവശമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഉടമസ്ഥന് ഇതിൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ നിയമപരമായി ശരിയുണ്ട്. ഈ കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് എതിർകാല കൈവശം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചത്. അതുകൊണ്ട് വസ്തുവും വീടുമൊക്കെ ദീർഘകാലം ഒരു എഗ്രിമെൻ്റ് പോലുമില്ലാതെ മറ്റുള്ളവർക്ക് കൈവശം കൊടുക്കുന്നവർ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള കെണിയിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇതുപോലെ ചെറിയ വിവരങ്ങളുമായി വലിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം. അതുവരെ നന്ദി, നമസ്കാരം.